ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ ട്രിവാൻഡ്രത്തെ പരിപാടിയൊക്കെ പൂട്ടിക്കെട്ടി പോകുന്നതിന് മുമ്പ് എവിടെയെങ്കിലും ഒരു സ്റ്റേക്കേഷന് പോകാലോ എന്ന് വിചാരിച്ച് തപ്പിക്കൊണ്ട് നടന്നപ്പോഴാട്ടോ നമ്മൾ ഉദയ സമുദ്ര റിസോർട്ട് കണ്ടുപിടിച്ചത്. ഈ തവണത്തെ സ്റ്റേക്കേഷൻ പ്ലാൻ വരാനായിട്ട് കാരണം ഹേസുകൂടനാണ്. സ്വിമ്മിംഗ് പൂളിൽ ചാടണമെന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിർബന്ധം പിടിച്ചാൽ നമുക്കും പ്രയോജനം ഉള്ളതായതുകൊണ്ട് നമ്മളും അങ്ങ് നിർബന്ധം പിടിക്കും. 2 മണിക്കായിരുന്നു ചെക്ക് ഇൻ ടൈം. അതുകൊണ്ട് ഞങ്ങൾ കറക്റ്റ് ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈവനിങ് ആകുന്നതിന് മുമ്പ് തന്നെ സ്വിമ്മിംഗ് പൂളിൽ ചാടാൻ വേണ്ടിയിട്ട്. കാരണം മെയിനായിട്ട് വന്നിട്ടുള്ളത് അതിനായിരുന്നു. ഹേസുകൂട്ടിന് പൂളാണ് ഇഷ്ടമെങ്കിൽ എനിക്ക് ബീച്ചാട്ടോ ഇഷ്ടം. അപ്പോൾ രണ്ടും കൂടെയുള്ള സ്ഥലം നോക്കിയാട്ടോ ഞങ്ങൾ കോവളം എത്തിയത്. കോവളത്തെത്തിയപ്പോൾ ആദ്യം ലീലാ കോവളം നോക്കി. പക്ഷെ നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത സംഭവം ആയതുകൊണ്ട് ഞങ്ങൾ നേരെ സമുദ്രയിൽ വന്നിട്ട് ലീലാ കോവളം ഇവിടെ നിന്ന് നോക്കി കണ്ടു. ബാൽക്കണി റൂം ആയിരുന്നു കേട്ടോ. നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെയായിരുന്നു അപ്പയുടെ അമ്മയുടെ റൂം. ഇപ്പം ബോഗൻ വില്ലയുടെ സമയമായിരുന്നത് കൊണ്ട് തന്നെ ഇവരുടെ ബാൽക്കണി ഫുൾ ബോഗൻ വില്ല ആയിരുന്നു കേട്ടോ. ഈ തൊട്ട് ഫ്രണ്ടിൽ കാണുന്നതായിരുന്നേ അവിടുത്തെ റെസ്റ്റോറൻറ്റ്. കുറേ റെസ്റ്റോറൻറ്റുകളുണ്ട്, അതിലൊന്ന്. പിന്നെ നേരെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ബീച്ചും കാണാനായിട്ട് പറ്റും. റൂമിലെത്തി ഒന്ന് ഫ്രഷ് ആയിട്ട് റിസോർട്ടൊക്കെ ഒന്ന് ചുറ്റി കാണാനായിട്ട് പോയി. നമ്മൾ 1 ഡേ സ്റ്റേ ആയിരുന്നു. രാവിലെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകേണ്ടതുണ്ട്. ഈവനിങ്ങിൽ തന്നെ എല്ലാ പരിപാടികളും തീർക്കണം. ഇവിടെ 2-3 പൂളുണ്ട് കേട്ടോ. ഇതായിരുന്നു ഫസ്റ്റ് പൂൾ ഉണ്ടായിരുന്നത്. ഇനി ഇവിടുന്ന് നമുക്ക് ബീച്ചിലോട്ട് ആക്സസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ബീച്ച് കാണാനായിട്ട് പോവായിരുന്നു. ഗാർഡനിങ് ഒക്കെ ചെയ്തേക്കുന്നത് നല്ല അടിപൊളിയായിട്ടായിരുന്നു കേട്ടോ. ഇതാണ് ഇവരുടെ സെക്കൻഡ് പൂള്. ഇവിടുത്തെ ബിൽഡിംഗ് ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഈ ഒരു പൂളിനോട് ചേർന്ന് തന്നെയാണെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റും ഉണ്ട്. അപ്പം നീന്തി കുളിച്ചിട്ട് നമുക്ക് വിശക്കുവാണെങ്കിൽ അവിടുന്ന് ഫുഡ് വാങ്ങിയിട്ട്, ഫുഡല്ല കേട്ടോ, ടീയോ കോഫിയോ ഒക്കെ നമുക്ക് അവിടുന്ന് കഴിക്കാനായിട്ട് പറ്റുമേ. പൂളും കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് അവരുടെ ബീച്ചിൻ്റെ അങ്ങോട്ടാണ് പോകാൻ പറ്റുന്നത്. ദേ ആ ദൂരെ കാണുന്നതാണ് ലീലാ കോവളം. ഇറങ്ങാലോ? ഇറങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ ബീച്ചിൽ ഇറങ്ങാമെന്നുള്ള എൻ്റെ ആഗ്രഹം നടക്കുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ വന്ന് ഇവിടുന്ന് ഒരു കോഫിയും സ്നാക്സും ഒക്കെ കഴിച്ചിട്ട് ഇനി സ്വിമ്മിംഗ് പൂളിൽ ചാടാൻ വേണ്ടിയിട്ട് തിരിച്ച് റൂമിലോട്ട് ഡ്രസ്സ് മാറാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പൂൾ ടൈം ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരം ചുമ്മാ കറങ്ങാൻ ഇറങ്ങി കേട്ടോ. അങ്ങനെ അവസാനം വിഴിഞ്ഞം വരെ എത്തി. അപ്പോഴാണ് വിഴിഞ്ഞത്തെ ചിക്കൻ ഫ്രൈയെ പറ്റി ഓർത്തത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് ട്രൈ ചെയ്യാതെ എങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ വിഴിഞ്ഞത്തെ എരിവുള്ള ചിക്കൻ ഫ്രൈ ഞങ്ങൾ പാഴ്സൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. തിരിച്ച് റിസോർട്ട് എത്തിയപ്പോഴാട്ടോ റിസോർട്ടിന് ഇത്രയും ഭംഗിയുണ്ടെന്ന് മനസ്സിലായത്. ഈ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് പ്രത്യേക ഒരു ഭംഗിയല്ലേ. അതിൻ്റെ കൂട്ടത്തിൽ നല്ല പിയാനോ വായനയും കൂടെ ആയല്ലോ. റൂമിലെത്തിയപ്പോൾ തന്നെ ചിക്കൻ ഫ്രൈ കഴിക്കാൻ കൊതിയായിട്ട് വയ്യായിരുന്നു കേട്ടോ. വെയിറ്റ് ചെയ്യാനേ വയ്യായിരുന്നു. ഇതാണോ? ചിക്കന് നല്ല അടിപൊളി എരിവായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അത് മാത്രം കഴിച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ വയറ് നല്ല എരിഞ്ഞു പോകുമെന്ന് ഉറപ്പായതുകൊണ്ട് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി താഴെ വന്നു കേട്ടോ. അവിടെയാണെങ്കിൽ പൊറോട്ടയും നല്ല അടിപൊളി മട്ടൺ സ്റ്റൂ ആയിരുന്നു കേട്ടോ. ഇവിടുത്തെ ഫുഡ് സൂപ്പർ ഫുഡ്. ഡിന്നർ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ബീച്ചിൻ്റെ സൈഡിലോട്ട് പോയിട്ടുണ്ടായിരുന്നേ. അവിടെ ചെന്നിട്ട് നാടകം കാണാൻ പോലെ കസേര ഇട്ടിരിക്കുന്നത് ബീച്ച് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ആ ഭംഗിയൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ബോറടി ആയി തുടങ്ങിയപ്പം ഞങ്ങൾ നേരെ റൂമിൽ പോയി കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റു കേട്ടോ. എന്താണെന്നറിയത്തില്ല, വീട്ടിലിരുന്നേക്കുന്നതിനെക്കാട്ടിലും നേരത്തെ റിസോർട്ടിൽ വന്നു കഴിഞ്ഞാൽ എഴുന്നേക്കും കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റാണ് അതിൻ്റെ മുഖ്യ കാരണം. ഇവിടുത്തെ ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ നമുക്ക് ഒട്ടുമിക്ക സാധനങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ലൈവായിട്ടുള്ളതും അല്ലാത്തതും ഒക്കെ. റിസോർട്ടിനകത്ത് തന്നെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, കുറേ ആൻറ്റിക് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട്. ഇതൊക്കെ മെയിനായിട്ട് ഫോറിനേഴ്സിനെ ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ ആ പരിസരത്തോട്ട് പോയിട്ടേ ഉണ്ടായിരുന്നില്ല. അതൊന്നും നമുക്ക് വേണ്ടല്ലോ, നമുക്ക് പറ്റിയത് ഈ കിളികളൊക്കെ കേട്ടോ.
അതുകൊണ്ട് അവിടെ കുറേ കിളികളുടെ കൂടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സലൂണിൽ പോകാനായിട്ട് സമയമില്ലാത്തവർക്കാണെങ്കിൽ റിസോർട്ടിൽ വന്ന് ചില്ലടിക്കുന്ന നേരത്ത് ഒരു ഫേഷ്യലൊക്കെ ചെയ്യണമെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആട്ടോ. വൈഫ് പാർലറിൽ പോകുമ്പോൾ ബോറടിച്ചിരിക്കുന്ന ഹസ്ബൻഡ്സ് ഉണ്ടെങ്കിൽ അവർക്ക് പറ്റിയ നല്ല തായ് മസാജും ഇവിടെ ഉണ്ട് കേട്ടോ. തായ് മസാജിന് പോകാൻ പേടിയായിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്കിവിടെ ആയുർവേദിക് മസാജും ഉണ്ട്. അങ്ങനെ ഒരു 11 മണി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടുന്ന് ചെക്കൗട്ട് ചെയ്തു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പ്രോപ്പർട്ടി ആട്ടോ ഉദയസമുദ്ര. അവരുടെ സർവീസ് ആണെങ്കിലും ഫുഡ് ആണെങ്കിലും നല്ലതായിരുന്നു. ഇപ്പൊ വെക്കേഷൻ ടൈം ഒക്കെ ആയതുകൊണ്ട് കോവളം സൈഡിലോട്ട് ആരെങ്കിലും സ്റ്റേക്കേഷന് പോകുന്നുണ്ടെങ്കിൽ ഉദയസമുദ്ര നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും കേട്ടോ. ഇനി ഇതിന്റെ എന്തെങ്കിലും ബാക്കി ഡീറ്റെയിൽസ് അറിയണമെന്നുള്ളവര് കമന്റ് ചെയ്താൽ മതിയേ. ഉദയസമുദ്രയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ മാൾ ഓഫ് ട്രാവൻകൂർ പോയിട്ടോ. അന്നേരം ആണെങ്കിൽ ഈ ഒരു ലണ്ടൻ ബസ് കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഹേസുകൂട്ടൻ എപ്പോഴും ട്രെയിനിലല്ലേ കയറുന്നത്, ഈ തവണ ബസ്സിൽ കയറട്ടെ എന്ന് വിചാരിച്ചിട്ട് ഡബിൾ ഡെക്കർ ബസ്സിൽ കയറിയേ. ഞങ്ങൾ ചെന്ന ടൈമിൽ ഹേസുകൂട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ബസ്സിൽ കയറാനായിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് ഹേസു ഒറ്റയ്ക്ക് ആ ബസ്സിൽ ആ ഒരു മാൾ ഓഫ് ട്രാവൻകൂർ മൊത്തം ചുറ്റിയിട്ട് വന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ശരി, ബൈ.